ഇപ്പം ബ്ലൂ ഹൗസ് ഇപ്പോൾ ട്രോഫി ഏറ്റുവാങ്ങുകയാണ്. എല്ലാവരും ഒരു കയ്യടി കൊടുത്ത് ഇനി 1, 2 സ്ഥാനം കരസ്ഥമാക്കിയവർ ആരായിരിക്കും? സെക്കൻഡ് പൊസിഷനിൽ ആരായിരിക്കും? അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഒത്തിരി പേര് ഈ ഒരു 3 ഗ്രൂപ്പുകാർ ഇങ്ങനെ കയറി ഇറങ്ങി വന്നവരായിരുന്നു. ഏറ്റവും പിന്നിലായ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ല, തെറ്റിപ്പോയി. എന്തായാലും 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് യെല്ലോ ഗ്രൂപ്പാണ്. അതിന് ട്രോഫി ഏറ്റുവാങ്ങുവാൻ സിസ്റ്റർ അനുവിനെയും സുജിത ടീച്ചറിനെയും കുട്ടികളെയും ക്ഷണിക്കുന്നു. എല്ലാവരും ഒരു നല്ല കൈയടി കൊടുത്തേ. ഒന്നാം സ്ഥാനം ഞാൻ പറയണ്ടാണല്ലോ. ആദ്യം ഗ്രീൻ ഹൗസിലെ ടീച്ചേഴ്സ് മാധു ടീച്ചറിനെയും അഞ്ജു ടീച്ചറിനെയും ഏറെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അവർക്ക് കിട്ടിയ പോയിന്റ് 344 പോയിന്റ് ആയിരുന്നു. അപ്പൊ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ഗ്രീൻ ഹൗസിന് ട്രോഫി കൈമാറുന്നു. പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. എല്ലാവരും കുട്ടികളെ ധൃതി വയ്ക്കരുത്. ഭക്ഷണത്തിനുള്ള സമയമാണ്. കുട്ടികൾക്ക് വെച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ കുട്ടികൾ ചെല്ലുക. മുതിർന്നവര് ഭക്ഷണം അവിടെ 2 കൗണ്ടറിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടുന്ന് ഭക്ഷണം വാങ്ങിച്ച് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകാവുള്ളൂ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, റോസ്മിയമ്മ അച്ഛന്മാരെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാം. ലൈഫ്